നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി മറ്റൊരു നടി കൂടി രംഗത്ത്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ നടൻ മോശമായി പെരുമാറിയെന്ന് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ വാസ്തവമാണെന്നും താരം പറയുന്നു. പുതുമുഖ നടി അപർണ ജോൺസിന്റേതാണ് വെളിപ്പെടുത്തൽ. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഈ സൂത്രവാക്യം സെറ്റിൽ അപ്പോൾ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. കൃത്യമായി തന്നെ അതിനുള്ള തെളിവുകൾ എന്ന രീതിയിലാണ് നടന്റെ മോശമായ പെരുമാറ്റം അവിടെ മറ്റു പലരോടും ആവർത്തിച്ചിരുന്നു എന്ന വിവരം. അത് എന്താണ് ഈ അപർണ ജോൺസിന്റെ വെളിപ്പെടുത്തൽ? നേരത്തെ തന്നെ പുതുമുഖ നടിയായിട്ടുള്ള, അതായത് ഈ സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച നടി കൂടിയാണ് അപർണ ജോൺസ്. ഇവരോടും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ മോശമായിട്ട് പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ളതാണ് അപർണ ജോൺസിന്റെ വെളിപ്പെടുത്തൽ. നിലവിൽ അപർണ ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ലൈംഗിക ചുവയോടെ ഷൈൻ ടോം ചാക്കോ സംസാരിച്ചു. ചിത്രീകരണത്തിനിടെ തനിക്കും കൂടി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. താനും കൂടെ ഇരിക്കുമ്പോൾ ഷൈൻ വെള്ളപ്പൊടി മേശപ്പുറത്തേക്ക് തുപ്പി, അതായത് ഷൈന്റെ വായിൽ നിന്നും വെള്ളപ്പൊടി വീണു. പക്ഷെ ഇത് ലഹരി വസ്തു ആണോ എന്ന് തനിക്ക് അറിയില്ല. സാധാരണ ഒരാൾ ഇടപെടുന്നത് പോലെ ആയിരുന്നില്ല ഷൈൻ സെറ്റിൽ പെരുമാറിയത്. ശരീരഭാഷയിലും സംസാരത്തിലും വല്ലാത്തൊരു ഊർജം ഉണ്ടായിരുന്നു. പരസ്പര ബന്ധമില്ലാത്ത പലതും, അതായത് സാധാരണ ഒരു യുക്തിക്ക് നിരക്കാത്ത പല വാക്കുകളും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ ഉള്ളപ്പോൾ അശ്ലീലം കലർന്ന രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് അപർണ ജോൺസ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ ഒരു സംഭവത്തിൽ തന്റെ പരാതി എന്നുള്ള രീതിയിൽ സൂത്രവാക്യം സിനിമയിലെ തന്നെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലെ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് സൗജന്യ വർമ്മയോട് താൻ ഇക്കാര്യം പരാതിപ്പെട്ടിരുന്നു. അത് മാത്രമല്ല താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്കും ഈ ഒരു വിവരം കൈമാറിയിട്ടുണ്ടെന്നാണ് അപർണ ജോൺസ് പറയുന്നത്. വിൻസി അലോഷ്യസ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, അത് 100% ശരിയാണ് അപർണ ജോൺസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും താൻ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ, ശരി രേഷ്മ.